ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുൾ ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇനി ഞാൻ പറ്റുമെങ്കിൽ എനിക്ക് ചാലഞ്ച് വീഡിയോ എടുക്കാൻ തന്നെ പറ്റത്തുള്ളൂ. കാരണം കുറേ കാര്യങ്ങളുണ്ട്, പ്രതീക്ഷിക്കാതെ കുറേ കാര്യങ്ങളൊക്കെ ഇന്നലെയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ പറയാൻ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഫ്രഷ് ആവട്ടെ, സമയമില്ല. ഞാൻ കാണിക്കാൻ പറ്റുന്നതൊക്കെ വേഗം കാണിക്കാം. ഓക്കെ, ഞാനേതാ ഞങ്ങൾ ഓട്ടോയിൽ പോവുകയാണ്, ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അത് എടുത്തന്നേ ഉള്ളൂ. അപ്പം നമുക്കിനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അകത്ത് കയറിയത്. അപ്പോൾ അതായത് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ചെവിയിൽ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്. പക്ഷെ ഒരു പാവമാണ് കേട്ടോ, അവന് എത്ര വേദന വേണമെങ്കിലും സഹിക്കും, അങ്ങനത്തെ ഒരു കൊച്ചാണ്. അപ്പോൾ ഞാൻ ഈ മാമൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോയി വരുന്നത്. ഹോസ്പിറ്റലിൽ ആകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്, മാമൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യും, പോയിട്ട് വരികയും ചെയ്യും. ഇല്ല, അതൊന്നും ഇപ്പോൾ എടുക്കണ്ട, റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം കണ്ണിലൊഴിക്കാനുള്ള ഡ്രോപ്പ് മാത്രം തന്നു. അവൻ്റെ ഒരു കണ്ണ് വീങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത്, ഒന്ന് ചെറുതും ഒന്ന് വലുതായിട്ടാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നു. ആകെ ശോകാവസ്ഥയാണ്, ഒന്നും പ്ലാൻ ചെയ്യും പോലെ നടക്കുന്നില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ വിഷമം. ഇന്ന് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു, ഒന്നും നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം ഇന്നലെ തന്നെ പൂപ്പിക്ക് എന്തോ പറ്റിയെന്ന് വെച്ചാൽ അവൻ ആകെ നല്ല ആക്റ്റീവൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് അവൻ നല്ലപോലെ വോമിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ ലൂസായിട്ടല്ല കേട്ടോ വോമിറ്റ് ചെയ്തത്, ഈ കട്ടിക്ക് അവൻ കഴിച്ച സാധനം കട്ടിക്കാണ് വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ ഡള്ളായി. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ സത്യം പറയാമല്ലോ ഞാൻ പേടിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ വെപ്രാളവും പിടയ്ക്കുമായിരുന്നു. അവൻ കിടന്ന് ഓടുന്നു, വെള്ളം കുടിക്കുന്നു, കട്ടിലിൽ കയറിയിട്ട് തലയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കുന്നു, കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പേടിച്ചു. എനിക്ക് സമയം 10:30 കഴിഞ്ഞു കേട്ടോ, രാത്രിയാണ് 10:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇവനെ കാണിക്കുന്ന ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അലർജിയുടെ ആവാൻ ചാൻസ് ഉണ്ട്, ഉടനെ തന്നെ അവിൽ ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് ഇവിടെ അവിൽ ടാബ്ലറ്റ് ഇല്ലായിരുന്നു. പിന്നെ രാത്രി പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവിൽ ടാബ്ലറ്റ് വാങ്ങിച്ച് തേനിൽ പൊടിച്ച് കൊടുത്തവന്. അവൻ പിടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ വിചാരിച്ചു ചെവിക്കകത്തിന് എന്തെങ്കിലും കയറിപ്പോയോ ഒന്നും അറിയത്തില്ല, വണ്ട് വല്ലതും കയറി ഒന്നും അറിയാൻ വയ്യ. അവൻ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവൾ ടാബ്ലറ്റൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ഈ കണ്ണുണ്ടല്ലോ, കണ്ണ് ഭയങ്കരമായിട്ട് റെഡായിട്ട് ഇത് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തു കേട്ടോ, നല്ലപോലെ ബോളൊക്കെ പോലെ പേടിച്ചു പോയി കണ്ടപ്പോൾ. അങ്ങനെ ഫേസ് അങ്ങ് മാറിപ്പോയി, ഷേപ്പേ അങ്ങ് മാറിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് വച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ PMGയിൽ 24 hours ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. പക്ഷേ എനിക്ക് പേടിയാണ്, കാരണം അവിടുന്ന് ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പം ഞാനിവനെ ഇവിടെ ക്ലിനിക്കിലാണ് കാണിക്കുന്നത്. അവിടെ വലിയ കുഴപ്പമില്ല, നല്ല ഡോക്ടേഴ്സാണ്, നല്ല ക്ലീനാണ്, പേടിക്കാനില്ല. അപ്പോൾ പിന്നെ രാത്രി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ PMG പോയി. അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങളും ആ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ അപ്പം ഇവന് ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു കേട്ടോ, അലർജിയുടെ ആണെന്ന് തോന്നുന്നു. ഇഞ്ചക്ഷൻ കൊടുത്തു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ അങ്ങനെ സ്റ്റിഫായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നു. ഒരു കാലം ഈ വികലാംഗനെയൊക്കെ പോലെ പൊക്കി വെച്ചേക്കുന്നു. ആകെ പേടിച്ചു. ദൈവമേ, വിശക്കണോ പൊന്നോ? അമ്മ പൊന്നു വിശക്കണാടി, വാടി ഇപ്പൊ തടേ കിട്ടാ, ഇപ്പൊ തടേ പൊന്നാ. വിശക്കണ മക്കൾക്ക് വിശക്കണാടി, ഇപ്പൊ തരേ, മിക്സ് ചെയ്യട്ടെ. എന്തൊക്കെ വിശക്കൂ, ഇപ്പൊ തരാ, വെയിറ്റടാ. നോക്കട്ടെ ഇത് എല്ലൊക്കെ ഉണ്ടോ നോക്കട്ടെ, എല്ല് മാറ്റിയിട്ട് തരാം. അവ ഒന്നും കഴിച്ചില്ല കേട്ടാ, രാവിലെ കുറച്ച് ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചോളൂ. നല്ല വിശപ്പ് കാണും. നല്ല വേവിച്ചിട്ടൊക്കെ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. അപ്പം ബീട്രൂട്ടും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചിക്കൻ നല്ല രീതിക്ക് വേവിച്ച് എല്ലൊക്കെ മാറ്റി കുറച്ച് ചോറിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അവനതിഷ്ടമാണ്. ഇതിൽ ബീട്രൂട്ടുണ്ട്, ചിക്കനുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. മസാല ഒന്നും അങ്ങനെയില്ല. ചിക്കനും ബീട്രൂട്ടും
ചോറുമാണ് അവനിഷ്ട ഭക്ഷണം. അപ്പം അത് കൊടുക്കാം. ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് ഇവൻ്റെ ഇപ്പൊ കഴിക്കാമേ, ഇപ്പൊ തരാടി. ചിക്കൻ തിന്ന്. അപ്പം ഗൈസ് എനിക്കപ്പം ഞാൻ നേരത്തെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് അപ്പം പിന്നെ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി. ഓക്കെ, അപ്പോൾ അവന് ആ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു കാല് ഇപ്പോൾ പൊക്കി വെച്ചേക്കുവാണേ. അങ്ങനെ ഈ പൊക്കി വെച്ചിട്ട് ഒരു ശക്തി ഇല്ലാത്ത പോലെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ പേടിച്ചു. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാടെടുത്ത് കേൾക്കുന്നില്ലേ, ഇപ്പോൾ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കിടപ്പില്ല അല്ലെങ്കിൽ കാല് അനക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ പേടിച്ചു പോയി പെട്ടെന്ന്. അങ്ങനെ കുറച്ച് നേരം ഇപ്പോൾ ഡോക്ടർ ഒന്ന് പേടിക്കണ്ട, ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്തു. അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ വിറയില്ല, പേടിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു രാത്രി 11:30 ആയി കേട്ടോ വീടെത്തിയപ്പം. അന്ന് അവന് ആ ക്ഷീണം ഉണ്ടായിരുന്നു. അവൻ നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. അവിൽ ഗുളിക നല്ല ഉറക്കത്തിനൊക്കെ പറ്റിയതാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ക്ഷീണമുണ്ട്, പക്ഷെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒരു റെഡ്നെസ് ഉണ്ടായിരുന്നു, അതുപോലെ വീക്കം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയൊരു വീക്കം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും രാവിലെ ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവന് ഹെയർ നല്ലപോലെ വളർന്നു, നല്ല തിക്ക് ഹെയറാണ്. അപ്പം എന്തെങ്കിലും കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഫ്ലൈയോ എന്തോ സംഭവം കടിച്ചതാണ്, അപ്പം അങ്ങനെ വന്ന അലർജിയാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പോയി അവനെ ഗ്രൂം ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അവനെ പപ്പി കട്ട് ചെയ്യാം, അവൻ്റെ മുടി നല്ല വളർന്നായിരുന്നു. അപ്പോൾ പിന്നെ വെട്ടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു ഞാൻ. അപ്പോൾ ഞാൻ വെച്ച് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവനൊന്ന് നമ്മൾ കാണിക്കുന്ന ക്ലിനിക്കിൽ കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് അവനെ കൊണ്ടുപോകാം, ഗ്രൂം ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ രാവിലെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. നേരെ എന്നിട്ട് പിന്നെ ഇവിടെ ക്ലിനിക്കിൽ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് അലർജിയുടേതാണ്, എന്തോ ഒന്ന് കടിച്ചതിൻ്റെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ചെറിയ രീതിയിൽ വീണ്ടും ഒരു ചെള്ളുപനിയുടെ ഒരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആകെ അങ്ങ് തളർന്നു പോയി സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ചെള്ളുപനി കഴിഞ്ഞാൽ അവനെ അത്രയും ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടുത്തി വന്നതാണ് ഞാൻ. അപ്പം പേടിക്കാനില്ല, ചെറിയ രീതിക്കേ ഉള്ളൂ. എന്തായാലും ഒരു ബ്ലഡ് റിപ്പോർട്ട് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം എന്നുള്ള രീതി, ഫുൾ ബ്ലഡ് റുട്ടീൻ എടുക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ ഇപ്പോൾ ചെയ്തു. നാളെ അതിൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. പേടിയാവുന്നു സത്യത്തിൽ. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇപ്പം ഞാൻ ചോദിച്ചു വാഷ് ചെയ്യണം എന്ന്. അപ്പോൾ ഇപ്പം അവന് ഹെയർ വാഷ് ഒന്നും ചെയ്യേണ്ട, സ്ട്രെസ് അധികം കൊടുക്കേണ്ട, ക്ഷീണം കാണും. പിന്നെ ഐ ഡ്രോപ്സ് തന്നു വിട്ടു. അയ്യോ, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. അവന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ലൈറ്റായിട്ട് ബിസ്ക്കറ്റ് മാത്രമേ കൊടുത്തുള്ളൂ, അവന് ക്ഷീണം ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പം അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ബീട്രൂട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉള്ളിൽ പോവുകയും ചെയ്യും. പിന്നെ ചിക്കൻ അവന് ഡെയിലി കൊടുക്കാറുമുണ്ട് മഞ്ഞൾപ്പൊടിയിൽ വേവിച്ചിട്ട്. അപ്പം എല്ലൊന്നും കഴിക്കത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും അവന് കൊടുക്കാറില്ല, ജസ്റ്റ് ആ ഒരു ഇത് മാത്രം. അപ്പം ഇപ്പോൾ ചോറിൽ നല്ല മിക്സ് ചെയ്തെല്ലാം കൊടുത്തു. അപ്പം രാവിലെ ഒന്നും കഴിക്കാത്തതല്ലേ, അതിൻ്റെ ഇതാണ്. അവൻ നന്നായിട്ട് ഫുൾ കഴിച്ചു. ഇന്ന് വീണ്ടും കിടക്കുകയാണ്, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അവൻ്റെ ഈ കണ്ണിലൊക്കെ ഒരു കണ്ണ് കുറച്ച് വലുതും ചെറുതും അങ്ങനെ വീക്കം വന്നിരിക്കുകയാണ്. ഐ ഡ്രോപ്സൊക്കെ ഒഴിച്ചു. പിന്നെ അവൻ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. അപ്പം ഞാൻ വെച്ച് ഇപ്പം എന്തായാലും തണുപ്പ് കാലമല്ലേ, ഇപ്പം ഡാൻഡ്രഫ് വരാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പം അങ്ങനെ ഒന്നും ചെയ്യാറില്ല ഹെയറിൽ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ ഇതുണ്ട്, അയ്യോ അതിൻ്റെ പേരെന്തായിരുന്നു, വേപ്പില മരമുണ്ട്. അപ്പം തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള പാക്ക് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡാൻഡ്രഫിനും വേപ്പിലയാണ് കേട്ടോ. ഞാൻ വേപ്പില ഒരു 3-4 തണ്ടെടുത്തിട്ട് തിളപ്പിക്കും, വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് തലയിൽ കുറച്ച് നേരം ഇട്ടേക്കും, എന്നിട്ട് പോയി കുളിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ. ഞാൻ ആദ്യം പോയി വേപ്പില പറിക്കട്ടെ. ഓക്കെ, ഹലോ. അപ്പോൾ ഞാൻ എന്താ കുളിച്ച കേട്ടോ. നല്ല കുളിച്ചപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു സുഖം കേട്ടോ. ഇതുകൊണ്ടോ എൻ്റെ കുരുണ്ടോ, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ ഈ സൈഡിലില്ല, ഈ സൈഡിലുണ്ട്. നോക്കാം. അപ്പം ഞാൻ ഒന്ന് വേഗം തലയൊക്കെ തോർത്തട്ടെ, ഇല്ലെങ്കിൽ അടുത്ത പണി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഞാനാണെങ്കിൽ ഇവിടെ ഒരു റീലൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നല്ല മഴക്കോൾ വന്നു ഇവിടെ. പിന്നെ നോക്കട്ടെ, പറ്റുമെങ്കിലേ ചെയ്യത്തുള്ളൂ ഇന്ന്.
അപ്പോൾ എൻ്റെ പൂപ്പിക്കുട്ടൻ്റെ ഇവിടെ ഉറക്കം എനിക്ക് വന്ന് ഇരിപ്പുണ്ട്. സുന്ദരനായി ഇച്ചുണ്ട്. നല്ല മോനാണ്. അപ്പോൾ ഇതൊരു വൈകുന്നേര സമയമാണ്. അപ്പോൾ ഞങ്ങളതായി സ്നാക്സും ചായയൊക്കെ കുടിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പൂപ്പിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവന് ചെറുതായിട്ട് ഞാൻ കഴിക്കുന്ന റസ്കിൽ നിന്നൊക്കെ കുറച്ചെടുത്ത് കൊടുത്തു. അവൻ അങ്ങനെ കഴിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ അവൻ കാണുന്നത്. ഇത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റസ്ക് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷുഗർ കോട്ടഡ് ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ ഇനി അടുത്തത് ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. നാളെ തൊട്ട് ജിമ്മിന് പോവുകയാണ്. അപ്പം ഇടാനായിട്ട് കുറച്ച് 2-3 ടീഷർട്ട്സ് കേട്ടോ. അതായത് വലിയ നല്ല ചീപ്പായിട്ടുള്ള കുറച്ച് ടീഷർട്ട്സും ട്രാക്ക് സൂട്ടും വാങ്ങണം. അപ്പോൾ അവിടെ പോവാം. ഓക്കെ, എടുക്കാം. പൂപ്പുട്ടാ ഇപ്പം ഇടാം കേട്ടപ്പോന്നാ. ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. നൈറ്റി മേല എന്ന് പറഞ്ഞിട്ട് ഇത് SP ഫോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. അതായത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഈ ഒരു ഷോപ്പ് കേട്ടോ. ഇവിടെ നല്ല എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെയുള്ള നൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ ചീപ്പായിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ ജിമ്മിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ട്രാക്ക് സ്യൂട്ടും ഇതുപോലെ ടീഷർട്ട്സും വാങ്ങിച്ചത്. പിന്നെ അമ്മയ്ക്ക് ഞാനൊരു 4 നൈറ്റി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ എത്തുമ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പാണ് ഗൈസ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് നടയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് അന്നപൂർണത, ഈ ഹോട്ടൽ അന്നപൂർണ കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ SP 40 വന്നാലും ഈ ഒരു പരിസരത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ വിശപ്പായിരിക്കും. ഭയങ്കര വിശപ്പാണ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് ഗീ റോസ്റ്റ് ആയിരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതുണ്ട് കേട്ടോ. എന്തുവായിരുന്നു, മൈസൂർ മസാല ദോശയായിരുന്നു കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അറിയാണ്ട് ഞാൻ ഷെസ്വാൻ നൂഡിൽസ് പറഞ്ഞതാട്ടോ. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഷെസ്വാൻ നൂഡിൽസ് കഴിക്കും. പക്ഷേ എനിക്കത് അവിടുത്തെ ആ ഷെസ്വാൻ നൂഡിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഞാൻ പാഴ്സൽ എടുത്തു കേട്ടോ. ഇതാണ് കേട്ടോ വെസ്റ്റ് നട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇത് കാണാം. നമുക്ക് ആ ഒരു ഗോപുരം കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതും കൂടെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ കാണിക്കാനായിട്ട്. ഇത് വെസ്റ്റ് നടയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് നടയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഹോട്ടൽ അന്നപൂർണ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഫൈനലി നമുക്ക് ഓട്ടോയൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ വീടെത്തുവാണ് കേട്ടോ. വീടെത്തി. ഇനി എനിക്ക് എൻ്റെ പൂപ്പിക്കൂട്ടനെ നോക്കി കേട്ടോ. അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പം ഞാൻ വരുന്നത് നോക്കി ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. എന്നെ കണ്ടതും ഭയങ്കര സന്തോഷമായി കേട്ടോ. അവന് എന്നെ കണ്ടാൽ മതി. എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല, കുഴപ്പമില്ല. അവനറിയാം ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവൻ. എനിക്ക് ആകെ വിഷമം ഇവനിങ്ങനെ എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഭയങ്കര വിഷമം. അതാണ്. ഇനിയിപ്പം അവൻ്റെ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിൽ ഇനി ബ്ലഡിൽ നല്ല രീതിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഡിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല രീതിക്കുണ്ട് കേട്ടോ. അതിനി മാറ്റിയെടുക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതാണ് ചെറിയൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. കുഞ്ഞു കാര്യങ്ങളാണ് കാണിച്ചത്. ഫുഡ് കഴിക്കുന്നതൊന്നും അധികം കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഡെയിലി കാണിച്ചു കഴിഞ്ഞാൽ അത് ബോറടിക്കും. ഹേ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. നല്ല ടയേർഡാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പൂപ്പിക്കുട്ടന് മെഡിസിനൊക്കെ കൊടുക്കണം. അപ്പോൾ അവന് ഇനി ഐ ഡ്രോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ അവൻ്റെ റിസൾട്ട് വരും. അവനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അതേ ഉള്ളൂ ഒരു പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ.